ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ആസ്പിരന്റ് വിത്ത് SCRT SS. പുതിയ SCRT സിലബസ് പ്രകാരമുള്ള 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് യൂണിറ്റ് 5 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇതുവരെ നമ്മൾ 8ാം ക്ലാസ്സിലെ 4 യൂണിറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 യൂണിറ്റുകൾ ചരിത്രം ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തേത് ജോഗ്രഫി, 4 ഇക്കണോമിക്സ്. 5ാമത്തെ യൂണിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രതന്ത്ര ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തിമുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ്? സമത്വം, എല്ലാവരും തുല്യമായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചു പേര് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. സ്വാതന്ത്ര്യം എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമാണ്. അതില്ല എങ്കിൽ അത് ഓരോരുത്തരുടെയും വ്യക്തി മുന്നേറ്റങ്ങളെയും ബാധിക്കുന്നുണ്ട്. സാഹോദര്യം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സമത്വവും സ്വാതന്ത്ര്യവും സ്വാഭാവികതയോടുകൂടി നമുക്ക് കൈവരിക്കാൻ കഴിയണമെങ്കിൽ സാഹോദര്യം ആവശ്യമാണ്. എല്ലാവരും തുല്യരായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തുല്യരായിരിക്കുകയും എല്ലാവർക്കും സ്വാതന്ത്ര്യവും നമുക്കിടയിൽ സാഹോദര്യവും നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതാരാണ് പറഞ്ഞത്? എവിടെ വെച്ചാണ് പറഞ്ഞത്? ആര് പറഞ്ഞതാണ്? നമ്മുടെ ഭരണഘടനാ ശില്പിയാണ്. ആര്? ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്ലിയർ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, ജസ്റ്റിസ്, സ്വാതന്ത്ര്യം, ഫ്രീഡം, സമത്വം, ഇക്വാലിറ്റി, സാഹോദര്യം, ഫ്രട്ടേണിറ്റി എന്നിവ എല്ലാ പൗരർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങളായും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായും ഇവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരർ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളുമാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് എല്ലാവർക്കും തുല്യമായി സംരക്ഷിക്കപ്പെടണം എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഭരണഘടനയിൽ പൗരർക്കായിട്ടുള്ള അവകാശങ്ങളുണ്ട്, മൗലികാവകാശങ്ങളുണ്ട്. നമുക്ക് 6 അവകാശങ്ങളാണ് ഭരണഘടന നൽകിയിരിക്കുന്നത്. ഭരണഘടനാ പ്രകാരം നമുക്ക് 6 അവകാശങ്ങളാണുള്ളത്. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളുണ്ട്. അതും പൗരർക്കായിട്ട് രാഷ്ട്രം നൽകേണ്ടതാണ്. അതെങ്ങനെയാണ് സാധ്യമാക്കുന്നത്? അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് നമുക്ക് ലഭ്യമാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം തന്നെ നമ്മൾ പൗരരായിരിക്കുന്ന നമുക്ക് രാഷ്ട്രത്തോട് ചില കടമകളുണ്ട്. അവയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് നമ്മൾ പറയുന്നത്, അഥവാ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. 11 എണ്ണമാണ് ഇത് ഉള്ളത്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSP ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കുവാനുള്ളത്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. എന്നാണ് നിലവിൽ വന്നത്? 1946 ഡിസംബർ 6.
നമുക്ക് ഒരു ഭരണഘടന വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അതിനായിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയും ചെയ്തു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ആരാണ് സഭയുടെ അധ്യക്ഷൻ? ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങളുണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുന്നു. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അങ്ങനെ 1949 നവംബർ 26 നമ്മുടെ ഭരണഘടന അംഗീകരിക്കുകയും ശേഷം 1950 ജനുവരി 26 ഭരണഘടന ഇന്ത്യക്കായി പ്രദാനം ചെയ്യുകയും ചെയ്തു. ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഈ ദിവസമാണ് ഇന്ത്യക്കായി ഒരു ഭരണഘടന സമർപ്പിക്കപ്പെടുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം അഥവാ നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തുവെക്കുക. അവകാശങ്ങൾ, റൈറ്റ്സ്. അവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷം കുട്ടികൾ ടീച്ചറോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കും. അപ്പോൾ ഇവിടെ 2 കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഒരു സംവാദം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ കുട്ടികൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അവരൊരു അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷമുള്ള ഒരു സംവാദമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സംഭാഷണത്തിൽ പ്രതിപാദിക്കുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ്? ഇവ കൂടാതെ എന്തെല്ലാം അവകാശങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആൺകുട്ടി ഇവിടെ ചോദിക്കുന്നുണ്ട്, ടീച്ചർ, അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സെമിനാറിൽ പറഞ്ഞു. അത് ഞങ്ങളുടെ അവകാശമല്ലേ? അല്ലേ? അപ്പോൾ പെൺകുട്ടിയും കൂടി പറയുന്നു, ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ടെന്ന് സെമിനാറിൽ പറഞ്ഞു. 2 അവകാശങ്ങളെ കുറിച്ചാണ് ഇവിടെ കുട്ടികൾ ബോധവാന്മാരായിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ അഭിപ്രായങ്ങളെ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അല്ലേ? നമ്മളൊരു കാര്യം, നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഫ്രീഡം നമുക്കുണ്ട്. അതുപോലെ തന്നെ ചൂഷണങ്ങളിൽ, ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിന്നുള്ള സംരക്ഷണത്തിനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശം ആർക്കുണ്ട്? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ടീച്ചർ എന്താണ് മറുപടി പറയുന്നത്? ശരിയാണ്, ഇവയൊക്കെ രാഷ്ട്രം ഭരണഘടനാപരമായി എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ളവയാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഈ 2 കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഭരണഘടന മൊത്തത്തിൽ എത്ര അവകാശങ്ങൾ അനുവദിച്ചിട്ടുണ്ട്? 6 അല്ലെ? ആദ്യം അത് 7 ആയിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി അഥവാ സ്വത്തവകാശം അതിൽ നിന്ന് ഒഴിവാക്കുകയും അങ്ങനെ ഇപ്പോൾ നിലവിൽ നമുക്ക് 6 മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നിലവിൽ ഉള്ളത്. ഓക്കെ. അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ്. വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റാണ്. അതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെന്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അവകാശ ലംഘനമുണ്ടായാൽ അതിനുള്ള പരിഹാരവും ഉറപ്പാക്കുന്നു. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ചില അവകാശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവ സമൂഹം അംഗീകരിക്കുന്ന രീതിയിലാവണം. അത് നിയമം വഴി രാഷ്ട്രം അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണെങ്കിൽ അവയെ നമുക്ക് എന്തു പറയാം? മൗലികാവകാശങ്ങൾ എന്ന് പറയാൻ സാധിക്കും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സമൂഹം അംഗീകരിക്കുകയും നിയമം വഴി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒന്നിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? മൗലികാവകാശങ്ങൾ എന്ന് പറയാൻ സാധിക്കും. ഇവ ജനാധിപത്യ സംവിധാനം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്.
ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ അവകാശങ്ങൾ ഓരോ പൗരർക്കും ഉറപ്പുവരുത്തുക എന്നുള്ളത്. ക്ലിയർ? ഇവ നിയമം വഴി നടപ്പിൽ വരുത്തേണ്ടത് ജനാധിപത്യ രാജ്യത്ത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇതിനായിട്ട് നമ്മുടെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും എന്തുണ്ട്? ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ ഇതിനായിട്ടൊരു പട്ടിക മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഭരണഘടനയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് വ്യക്തികളുടെ മേലിൽ ഗവൺമെന്റിന് ഇടപെടുന്നതിന് ചില പരിമിതികൾ ഉണ്ട്. അതേപോലെ തന്നെ അവകാശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം നമുക്ക് ലഭിക്കാതിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് നിയമ സഹായം ലഭ്യമാകുന്നതാണ്. അതായത് അതിനുള്ള പരിഹാരമാർഗവും ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് മനുഷ്യാവകാശങ്ങൾ അഥവാ ഹ്യൂമൻ റൈറ്റ്സ്? മനുഷ്യർ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങൾ ഏതുമില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അല്ലേ? ഇപ്പോൾ ഞാനും നിങ്ങളും പല രീതിയിൽ ഉള്ള ആളുകളാണ്. അതിലെ ജാതി, മതം, എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇതിനെല്ലാം ഉപരിയായി നമുക്ക് തുല്യത എന്നുള്ള രീതിയിലുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ നമ്മെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഓരോ വ്യക്തിത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് അഥവാ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? മൗലികാവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അപ്പോൾ എന്താണ് മൗലികാവകാശങ്ങൾ? നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും, അതായത് പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായിട്ടുള്ള അവകാശങ്ങൾ രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇവയാണ് ഏതെന്ന് പറയുന്നത്? മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങൾ എന്നാൽ എന്ത്? ഇവിടെ എന്താ പറയുന്നത് നോക്കൂ. ജനാധിപത്യ രാജ്യത്തിൽ പൗരന് അന്തസ്സും വ്യക്തിത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിന് ഒഴിവാക്കാൻ പാടില്ലാത്ത ചില പ്രാഥമിക അവകാശങ്ങൾ ഉണ്ടായിരിക്കണം. അതിനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 3-ാം ഭാഗത്തിൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾസിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ അതത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലികാവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാനവചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിച്ചത്. എങ്ങനെയാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്നുള്ളതൊന്ന് നോക്കാം. മൗലികാവകാശങ്ങളുടെ നാൾ വഴി. 1. മാഗ്ന ഘാട്ട. 1215 മാഗ്ന ഘാട്ട എഴുതപ്പെടുന്നത്. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മാഗ്ന ഘാട്ട എന്ന് അറിയപ്പെടുന്നത്. എന്താണ് മാഗ്ന ഘാട്ട? ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന ഘാട്ട. വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിനധീതമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണ് മാഗ്ന ഘാട്ട എന്ന് അറിയപ്പെടുന്നത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു.
ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശരേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. അതായത് മാഗ്ന കാർട്ട എഴുതപ്പെട്ടത് 1215 ബ്രിട്ടനിലാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. ജോൺ രാജാവിനെ, ബ്രിട്ടനിലെ രാജാവായിട്ടുള്ള ജോൺ രാജാവിനെ കൊണ്ട് ബ്രിട്ടനിലെ ജനങ്ങള് നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം? വലിയ പ്രമാണം എന്നാണ്. അതായത് രാജാവും രാജാവിന്റെ ഭരണകൂടവും നിയമത്തിനതീതമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇംഗ്ലണ്ടിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ബിൽ ഓഫ് റൈറ്റ്സും അവകാശരേഖകളായിട്ട് പിന്നീട് വന്നിട്ടുള്ളവയാണ്. അപ്പോൾ എല്ലാ മൗലികാവകാശങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് ഏതാണ്? 1215 ബ്രിട്ടനിൽ ഒപ്പുവെക്കപ്പെട്ടിട്ടുള്ള മാഗ്ന കാർട്ടയാണ് ആദ്യത്തെ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അമേരിക്കൻ അവകാശ പത്രിക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് 1789 ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശരേഖയാണ്. അതായത് അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഭരണഘടനയിലെ അവകാശങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പരാമർശം ഉണ്ടാവുന്നു. അപ്പോൾ മാഗ്ന കാർട്ട 1215, അമേരിക്കൻ അവകാശ പത്രിക 1789. മൂന്നാമത്തേത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ. അതും ഏത് വർഷം തന്നെയാണ്? 1789 തന്നെയാണ്. ലോകരാജ്യങ്ങളിൽ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണം തയ്യാറാക്കുന്നു. 4. ഐക്യരാഷ്ട്ര സംഘടനയുടെ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ്. നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധാനന്തരം ലോക സമാധാനം ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. ഇത് 1948 സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം പുറപ്പെടുവിക്കുന്നു. ക്ലിയർ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മൗലികാവകാശങ്ങളുടെ നാൾവഴികളാണ് അല്ലേ? അതായത് എങ്ങനെയാണ് മൗലികാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നാമത്തേത് മാഗ്ന കാർട്ട 1215, അമേരിക്കൻ അവകാശ പത്രിക 1789, ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789, ഐക്യരാഷ്ട്ര സംഘടനയുടെ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948. ഇതൊന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ നമുക്ക് സ്കൂൾ കുട്ടികളാണെങ്കിൽ ഓർത്ത് വെക്കുക. ഇത് നമുക്ക് ചിലപ്പോൾ അറേഞ്ച് ചെയ്യാനായിട്ട് വരും, ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. അമേരിക്കൻ അവകാശ പത്രിക എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ്, ബിൽ ഓഫ് റൈറ്റ്സിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങളാണ് അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്കായിട്ട് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശരേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. അഥവാ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ പ്രഖ്യാപനം പറയുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന അവകാശരേഖകൾ മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിന്റെ രൂപീകരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. പല ജനാധിപത്യ രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഇവ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയിലും ചില അവകാശങ്ങൾ മൗലികാവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ ഭരണഘടനയുടെ കവർ പേജും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു പിക്ചറുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് അതിൽ പ്രധാനം. സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ച മറ്റു ഘടകങ്ങളാണ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ ജനത ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് അവകാശ നിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവയാണ് നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളായി വരുമ്പോൾ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. 2, സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളും ഇവയൊക്കെയും മൗലികാവകാശ രൂപീകരണ സമയത്ത് സ്വാധീനിച്ച ഘടകങ്ങളാണ്. മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലികാവകാശങ്ങളുടെ നാൾവഴികളായ അവകാശരേഖകളും നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞതാണ്, മാഗ്ന കാർട്ടയാണ്. പിന്നെ അതുപോലെ തന്നെ അമേരിക്കയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നാണ്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ ഏതെല്ലാമായിരുന്നു? നമ്മൾ പറഞ്ഞു, 1, കോളനി ഭരണകാലത്ത് അനുഭവിച്ച അവകാശ നിഷേധങ്ങൾ, ലോക സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ. ഇവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങൾ. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. നമ്മളത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാം, 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുന്നത് ആണല്ലോ. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുന്നത് അല്ലേ? ഇതിനിടയിൽ എത്ര ദിവസം എടുത്തുകൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്ന ഒരു ചോദ്യം. റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ചോദ്യമാണ്. അത് 2 വർഷം 11 മാസം 18 ദിവസം എന്നുള്ളതാണ് PSC അംഗീകരിച്ചിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഏകദേശം 3 വർഷക്കാലം എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വായിക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത്. സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പാർട്ട് 3 മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്. ഇവിടെ ഭരണഘടനയുടെ ഒരു കയ്യെഴുത്ത് പ്രതി ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി ആരാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേം ബിഹാരി നരേൻ റായ്സാദ. ഇദ്ദേഹമാണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഭരണഘടന എഴുതിയിട്ടുള്ളത് എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കുക. പ്രേം ബിഹാരി നരേൻ റായ്സാദ. അപ്പോൾ ആദ്യത്തെ മൗലികാവകാശമാണ് ഏത്? റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. എല്ലാവരും നിയമത്തിനു മുന്നിൽ എന്താണ്? തുല്യരാണ്. എങ്ങനെയൊക്കെയാണ്? ഈ അവകാശപ്രകാരം ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല.
ഇതോടൊപ്പം ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതു സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യപ്രവേശനവും ഉറപ്പു നൽകുന്നു. പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശപ്രകാരം ഉറപ്പുവരുത്തുന്നു. അതായത് നമ്മുടെ ജാതിയോ മതമോ വർഗമോ ലിംഗമോ ഒന്നും എന്തല്ല, ഒരു കാര്യത്തിനുമേല് ബാധകമല്ല. എല്ലാവരും എന്താണ്? തുല്യമാണ്. ഇന്ത്യൻ പൗരരെല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാനും എല്ലാത്തിനും ഉള്ള അവകാശം മൗലികാവകാശമായിട്ട് ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അവസര സമത്വം, അല്ലേ? പഠനത്തിലായിക്കോട്ടെ, ജോലിക്കായിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും തുല്യരായിക്കൊണ്ടുള്ള അവസര സമത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. തൊട്ടുകൂടായ്മ, അതുപോലെ തന്നെ സ്ഥാനപ്പേരുകളൊക്കെ നിർത്തലാക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ കൂട്ടി പഠിക്കുക. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന സമത്വം എന്ന അവകാശത്തിന്റെ ലംഘനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അവ എന്തെല്ലാമാണെന്ന് രേഖപ്പെടുത്തുക. ജാതി വിവേചനം. ജാതിപരമായി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലെ ലിംഗവിവേചനം, സ്ത്രീ പുരുഷ വിവേചനം, സ്ത്രീകൾക്ക് കുറഞ്ഞ വേതനം നൽകുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സമത്വം എന്ന അവകാശത്തിന്റെ ലംഘനത്തിൽ ഉൾപ്പെടുന്നവയാണ്. രണ്ടാമത്തെ അവകാശം എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ദീർഘകാലം വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ പ്രതിഫലിക്കുന്നത്. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ ഇതുപ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നത്, ശ്രദ്ധിക്കുക, സമത്വത്തിനുള്ള അവകാശം 12 മുതൽ 18 വരെ. ഓക്കെ, അതിൽ അൺടച്ചബിലിറ്റി എന്നുള്ളത്, തൊട്ടുകൂടായ്മ നിരോധനം വരുന്നത് ആർട്ടിക്കിൾ 17 പ്രകാരമാണ് എന്നുള്ളതും ഒന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതു മുതൽ ഏതുവരെയാണ്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ഓക്കെ, അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് സമാധാനപരമായി സമ്മേളിക്കാം. നമ്മുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം? ഒരുമിച്ച് കൂടി സമ്മേളനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രകടിപ്പിക്കാം. അതുവഴി നമുക്ക് സംഘടനകൾ രൂപീകരിക്കാം. ഓക്കെ, അഭിപ്രായ സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, അല്ലേ? 3 ഇനി നെക്സ്റ്റ് 3 നോക്കൂ. നമുക്ക് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി എന്ത് ചെയ്യാം? സഞ്ചരിക്കാം, യാത്ര ചെയ്യാം, അല്ലേ? ഇനി യാത്ര ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും എന്ത് ചെയ്യാം? താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്ഥിരമായി. ഇനിയോ അവിടെ സ്ഥിരമായി താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? തൊഴില്, വ്യവസായം, കച്ചവടം ഏത് രീതിയും നമുക്ക് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും അനുച്ഛേദം 19 പരാമർശിക്കപ്പെട്ടിട്ടുള്ളവയാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ ആർട്ടിക്കിൾ 20 മുതൽ 22 വരെ പ്രതിപാദിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം, യുദ്ധമോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഇവയിൽ ചെറിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഈ ചിത്രം ഏത് അവകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്? സിമ്പിളാണ്, സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തുവെക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിലുണ്ട്, അല്ലെ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 2009.
2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം എന്നുള്ളത് ഓൾറെഡി ഉള്ളതാണ്, ഭരണഘടന നിലവിൽ വരുന്ന സമയത്തുള്ളതാണ്. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ നിയമവിധേയമായിക്കൊണ്ട് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എങ്ങനെയാണ്? ഭേദഗതി പ്രകാരമാണ്. എന്നാണ് നടപ്പിൽ വരുത്തിയത്? 2002 86 ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ആർട്ടിക്കിൾ 21A എന്ന് പറയുമ്പോൾ അത് ഭേദഗതിയാണ്. ഇത്തരത്തിലാണ് ആർട്ടിക്കിൾ 21A മൗലികാവകാശമായി വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, 86 ഭരണ ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 21A അഥവാ അനുച്ഛേദം 21A പ്രകാരം 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിക്കുകയും 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരവുമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. 2010 ഏപ്രിൽ മുതൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമാക്കപ്പെട്ടു അല്ലെ. അതായത് ഇവരുടെ മൗലികാവകാശമായി അംഗീകരിക്കപ്പെട്ടു. ഓക്കെ, ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ വ്യക്തി ജീവിതത്തിൽ എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക. സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്. അഭിപ്രായ സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, നമുക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാം, എവിടെയും നമുക്ക് സ്ഥിരതാമസമാക്കാം, എവിടെയും നമുക്ക് തൊഴിൽ തേടാനുള്ള അവകാശവും ഉണ്ട്. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, ഇവയൊക്കെ കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംവാദമാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, മൂന്നാമത്തേത് ചൂഷണത്തിനെതിരായുള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യക്കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 23 അഥവാ അനുച്ഛേദം 23 24 ഏതുമായി ബന്ധപ്പെട്ടവയാണ്? ചൂഷണത്തിനെതിരായുള്ള അവകാശവുമായി ബന്ധപ്പെട്ടതാണ്. 23 എന്താണ്? അടിമത്തം, മനുഷ്യക്കടത്ത് എന്നിവയെ എന്ത് ചെയ്യുന്നു? നിരോധിക്കുന്നു. അനുച്ഛേദം 24 ബാലവേല നിരോധിക്കുന്നു അല്ലേ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. 14 വയസ്സ് വരെയുള്ള കുട്ടികളെ തൊഴിലിടങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്, അവരെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നത് കുറ്റകരമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടികൾക്കെതിരായ ചൂഷണങ്ങളിൽ ഒന്നാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. മറ്റെന്തെല്ലാം ചൂഷണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? രേഖപ്പെടുത്തുക. കുട്ടികൾക്കെതിരെ അതിക്രമിച്ചു വരുന്ന ഒരുപാട് അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ്. ഇതിനെതിരെ നമുക്ക് ആർട്ടിക്കിൾ 24 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? മൗലികാവകാശ ലംഘനം എന്ന പേരിൽ നമുക്ക് നിയമവശം തേടാവുന്നതാണ്. 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. ഈ അവകാശം അവരവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നമുക്ക് ഏത് മതം സ്വീകരിക്കാം,
മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസിൽ പറയുന്നത്. അതായത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, ആചരിക്കാം, പ്രചരിപ്പിക്കാം, പൊതുവ്യവസ്ഥയ്ക്കും സദാചാരത്തിനും പൊതു താല്പര്യങ്ങൾക്ക് വിധേയമായി കൊണ്ടായിരിക്കണം. ഓക്കെ. ആർട്ടിക്കിൾ 26 മതസംബന്ധമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതായത് അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്തിക്കൊണ്ടുപോകാനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 26 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 27 മതനികുതിയുടെ നിരോധനമാണ്. പ്രത്യേകം ഏതെങ്കിലും ഒരു മതത്തിന്റെ നടത്തിപ്പിനോ അഭിവൃദ്ധിക്കോ വേണ്ടി നികുതി നൽകാൻ ആരെയും നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. ആർട്ടിക്കിൾ 28 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ നൽകുന്നത് നിരോധിക്കുന്നുണ്ട്. സർക്കാർ ധനസഹായം കൈപ്പറ്റുന്ന സ്ഥാപനങ്ങൾ എല്ലാം ഈ ഒരു നിരോധനം ആർട്ടിക്കിൾ 28 പരിധിയിൽ വരുന്നവയാണ്. മതപരമായ ബോധനങ്ങൾ നൽകുന്നത് നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 28. അപ്പോൾ 25 മുതൽ 28 വരെ ഏത് അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. മതസ്വാതന്ത്ര്യം ഇന്ത്യൻ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് മതേതരത്വം എന്ന് പറയുന്ന ആശയം അഥവാ സെക്യുലറിസം. ഒരു മതത്തെയും ദേശീയ മതമായി കണക്കാക്കാതെ എല്ലാ മതത്തിനും ഒരേ പരിഗണന നൽകുക എന്നുള്ളതാണ് സെക്യുലറിസം അഥവാ മതേതരത്വം എന്ന് പറയുന്നത്. കാരണം ഈയൊരു നമ്മുടെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വഴി തുല്യമായിട്ടുള്ള പരിഗണന നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. 5ാമത്തെ മൗലികാവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 29ഉം 30ഉമാണ് ഈ മൗലികാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിന്റെ സവിശേഷതയാണ്. രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗമാണ് ന്യൂനപക്ഷങ്ങൾ. അതായത് കുറഞ്ഞ വിഭാഗം ആളുകൾ, ചിലപ്പോൾ അത് മതത്തിൻ്റെ പേരിലാകാം, ഭാഷയുടെ പേരിലാകാം, ഇങ്ങനെ ഒരു ചെറിയ വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കും. ഈ വിഭാഗത്തെയാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഇതുപ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. അതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും സാധിക്കും. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങൾ അവരുടെ തനത് ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം അല്ല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 29ഉം അതുപോലെ തന്നെ പക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 30ഉമായി ബന്ധപ്പെട്ടവയാണ്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ക്രിസ്ത്യൻ, മുസ്ലിം, പാർസി, ജൈന, ബുദ്ധ വിഭാഗങ്ങളൊക്കെയും നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗമായി കണക്കാക്കപ്പെടുന്നവയാണ്. അപ്പോൾ ഇവർക്ക് ഇവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുമുള്ള അവകാശമാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ടത്. ഇനി ഇവിടെ 2 പേര്, ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശപ്രകാരമാണോ? ആണോ? അല്ല, നമ്മളത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അതെന്താണ്? സൗജന്യ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ളവയാണ്. അപ്പം ഇവ തമ്മിൽ മാറിപ്പോവാതെ നോക്കുക. ഇത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒന്നാമത്തതാണ്, ഇത് 5ാമത്തെ അവകാശവുമായി ബന്ധപ്പെട്ടവയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്, സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾ, അതായത് ഓരോ സംസ്കാരം, പാരമ്പര്യ കല പോലുള്ള കാര്യങ്ങൾ പിന്തുടരുന്ന വിഭാഗങ്ങളുണ്ട്. മതന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ, പാർസി, ജൈന, മുസ്ലിം വിഭാഗങ്ങളും കേരളത്തിലുണ്ട്.
രണ്ടാമത്തത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അഥവാ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് ആർട്ടിക്കിൾ 32 ഈ അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നോക്കൂ, വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിലൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മേൽപ്പറഞ്ഞ മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികളെയും സമീപിക്കാവുന്നതാണ്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള 5 അവകാശങ്ങളുണ്ടല്ലോ: സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുന്നതിനുള്ള അവകാശമാണ് ഏതെന്ന് പറയുന്നത്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത്. ഇത് പ്രകാരം അനുച്ഛേദം 32 അഥവാ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികളെയും നമുക്ക് സമീപിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്ന സമയത്ത് ആർട്ടിക്കിൾ 31 മിസ്സിംഗ് ആണ് അല്ലേ? ആർട്ടിക്കിൾ 31 ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി അഥവാ സ്വത്തിനുള്ള അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് 44-ാം ഭേദഗതിയിലൂടെ ഇത് മൗലികാവകാശത്തിൽ നിന്ന് നീക്കപ്പെടുകയും ഇപ്പോൾ അത് 300 ആയി ഒരു നിയമാവകാശമായി നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 31 ഇപ്പോൾ ഇല്ല എന്നുള്ളതൊന്ന് ഓർത്തുവെക്കുക. സുപ്രീം കോടതിയും ഹൈക്കോടതികളും റിട്ടുകളിലൂടെയാണ് മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. അപ്പോൾ 32 പ്രകാരമോ 226 പ്രകാരമോ നമ്മൾ സുപ്രീം കോടതിയിലോ ഹൈക്കോടതികളിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മൗലികാവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ കോടതികൾ നിർദ്ദേശിക്കുന്ന ഉത്തരവുകളെയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെയോ ആണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകൾ നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നു. അതായത് ആർട്ടിക്കിൾ എന്നുള്ളത് മൗലികാവകാശങ്ങളിൽ ഏറ്റവും മൗലികമായത് എന്നാണ് അറിയപ്പെടുന്നത്. ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ ഭരണഘടനാ ശില്പി, അദ്ദേഹം എന്താണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായിട്ടാണ് ആർട്ടിക്കിൾ 32 വിശേഷിപ്പിക്കുന്നത്. അതായത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം നമ്മുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഓർത്തുവെക്കുക. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അതായത് മൗലികാവകാശങ്ങൾ ഒരു പൗരനും എന്ത് ചെയ്യാൻ പാടില്ല, തടസ്സം നിൽക്കാൻ പാടില്ലാത്തതാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇല്ലാതായിക്കഴിഞ്ഞാൽ, നമുക്ക് നിഷേധിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള പ്രതിവിധിയാണ് 6ാമത്തെ മൗലികാവകാശം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളതെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ള മൗലികാവകാശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയിലെ ആർട്ടിക്കിൾ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരായുള്ള അവകാശം 23, 24, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ 29, 30, 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. 31 നിലവിലിപ്പോൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആർട്ടിക്കിൾ 33, 34, 35 എന്താണ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. മൗലികാവകാശങ്ങളെ സംബന്ധിച്ചുള്ള പൊതുവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് ആർട്ടിക്കിൾ 33. അതായത് ഭേദഗതിയുമായി ബന്ധപ്പെട്ട പാർലമെന്റിനുള്ള പ്രത്യേക അധികാരമാണ് 33 പറയുന്നത്. അതുപോലെ തന്നെ 34 ഏതെങ്കിലും ഇന്ത്യൻ ഭൂപ്രദേശത്ത് പട്ടാള നിയമം നിലവിൽ വരുമ്പോഴുള്ള മൗലികാവകാശ നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്നു. 35 മൗലികാവകാശ കാര്യങ്ങളിൽ പാർലമെന്റിന്റെ നിയമനിർമ്മാണ അധികാരത്തെയാണ് കാണിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിലാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് റിട്ടുകൾ, മൗലിക കർത്തവ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പാർട്ട് 2 ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.